ആഡിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിച്ച് 2-3 ദിവസം കൊണ്ട് ഇറങ്ങിയിട്ട് ഓട്ടോ ഒന്നും അടിക്കണില്ല. എൻ്റെ ആപ്പിന് കുറച്ച് പ്രശ്നമൊക്കെ ആയി. ഇന്നലെയും 10-800 രൂപയ്ക്ക് ഓടിയിട്ട് ഞാൻ തിരിച്ച് കയറി, ഓട്ടോ ഒന്നും അടിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ഇറങ്ങി, പക്ഷെ 10 മണിയായി, ഇതുവരെ ഒന്നും അടിച്ചില്ല. സമയം എത്രയായി? 11 1 മണിക്കൂറിന് മുകളിലായി. യൂബറും ഉണ്ട്, ഓലയും ചാർജ് ചെയ്തിട്ടിട്ടുണ്ട്. ഓലയ്ക്കും ബാലൻസ് കൊടുക്കാനുള്ള വില കൊടുത്ത് ഒരു ദിവസത്തെ പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഒന്നിലും ഓട്ടം ഒന്നും അടിക്കുന്നില്ല. എന്തുപാടും ഇപ്പോൾ ഓട്ടം പൊതുവേ കുറവെന്നാണ് തോന്നുന്നത് സ്കൂളൊക്കെ തുറന്നപ്പോൾ. എന്തായാലും നോക്കാം, ആദ്യത്തെ ഓട്ടം അടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓട്ടം ഓലയെന്നാണ് കേട്ടോ. പ്ലാമോടുന്ന് മുറിഞ്ഞവലം വരെ പോവാൻ. യൂബറിൽ ചത്തെന്നാണ് തോന്നുന്നത്. യൂബർ ചത്തിയത്ത് അതിൽ ഓട്ടം ഒന്നും അടിക്കുന്നില്ല. ഓലയിൽ തൊട്ട് 1 കിലോമീറ്റർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാനാണ്. അപ്പം അത് വിട്ടിട്ട് ബാക്കി നോക്കാം എന്താണെന്ന് വെച്ചാൽ. അപ്പം ഏതാണ്ട് നമുക്ക് 2 മണിക്കൂർ അടുപ്പിച്ച് അടുത്ത ആദ്യമായിട്ട് യൂബറിലൊരു ട്രിപ്പ്. കൊച്ചുവേളി ഒന്ന് എവിടെ പോയാൽ, കൊച്ചുവേളിയിൽ നിന്ന് എവിടെ പോകാനാണ് നോക്കട്ടെ. ഹലോ, ഓക്കെ, ഇതാ വരും. നമുക്കിതാ 735 രൂപയുടെ ഒരു ഓട്ടോ അടിച്ച് നെയ്യാറ്റിൻകരയാണ്. ഇനി നമുക്ക് കിട്ടുന്ന ഓട്ടോ എടുത്തുകൊണ്ട് പോകാനേ വഴിയുള്ളൂ. കാരണം ഇനിയുള്ള മാസങ്ങളിൽ ഓട്ടം കുറവായിരിക്കും, സ്കൂളൊക്കെ തുറന്നതല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലത്തെ ട്രിപ്പൊക്കെ സെലക്റ്റീവായിട്ട് എടുക്കാൻ പറ്റത്തില്ല. കിട്ടണതെല്ലാം ചവറ് പോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ മറ്റേ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കേട്ടോ, അത് 5 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ നെയ്യാറ്റിൻകര ട്രിപ്പ് കൊണ്ട് വിട്ടു കേട്ടോ. അവർക്ക് പ്രൊമോഷൻ ഉണ്ടായിരുന്നു, 80 രൂപ ഡിസ്കൗണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കിട്ടും. അടുത്ത ട്രിപ്പ് നമുക്ക് വരുന്ന വഴിക്ക് തന്നെ അടിച്ച് നിംസിൽ നിന്ന് തമ്പാനൂർ പോകാൻ. റിട്ടേൺ റേറ്റ് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല, കാലി അടിക്കണ്ടല്ലോ. നമുക്ക് പെട്രോൾ കോഷ് ആയി. ഇതുവരെ ക്യാൻസൽ ചെയ്തില്ല, സാധാരണ ക്യാൻസൽ ചെയ്ത് കളയുന്നതാണ്. നമുക്ക് വരാനായിട്ട് 750 ആയിരുന്നു റേറ്റ്. തിരിച്ച് നമുക്ക് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി അതിൻ്റെ പകുതി, അതായത് പെട്രോൾ കാശ്. എന്താണ് അവരുടെ കണക്ക്. നമുക്കിനി ഇവിടെ നിന്ന് 18 കിലോമീറ്റർ. അയ്യോ ഉള്ളതാവട്ടെ. നമുക്ക് ഭീമയെന്നാണെന്ന് തോന്നുന്നു. ഭീമയെന്ന ലുല്ലു അടിച്ച് കിടക്കാൻ. ഉച്ച കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഓട്ടോ ഒക്കെ അനങ്ങി തുടങ്ങി കേട്ടോ. എന്നാലും പൊതുവേ കുറവാണ്. സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഈ മാസം ഇത്തിരി ടൈറ്റ് ആയിരിക്കും. കഴിഞ്ഞ മാസത്തോടെ ഓട്ടോ അല്ല ഏതാണ്ട് പകുതിയായി. ഇനി അങ്ങോട്ട് കുറച്ച് ഓട്ടങ്ങളൊക്കെ കിട്ടുള്ളൂ. കിട്ടുന്ന ഓട്ടം മാക്സിമം എടുക്കണം. വണ്ടി നിർത്തി ആളെടുക്കാനാണ് പാട്. അപ്പോൾ നമ്മൾ ആ ഓട്ടം കഴിഞ്ഞ് ലുല്ലു വിട്ടിട്ട് നമുക്ക് ഇനി എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. അടുത്ത് ഇവിടെ നിന്നും എല്ലാം കിട്ടിയാലോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ പോയി ആ ഫ്ലാറ്റിൻ്റെ സൈഡിലോട്ട് കിടക്കാം, അല്ലെങ്കിൽ ഓബായ് താമരയുടെ അവിടെ കിടക്കണം. ബ്രസ CNG. ഇവിടെയാണ്
ഓട്ടം കാണിച്ച് ആൾ നിൽക്കുന്ന നല്ല ഫോൺ പോലെ സ്വിച്ച് ഓഫ് ആയ എന്തോ ബ്ലാക്കായി. ബ്ലൂ ആയത് ഓൺലൈനിൽ നിന്ന് ഉണ്ടെന്നാണ്. ബ്ലാക്ക് ആയാൽ ഒന്നിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ അല്ലെങ്കിൽ ആപ്പ് കട്ട് ചെയ്തു. എന്തായാലും നോക്കാം. ക്യാപിറ്റൽ മന്തി ഹൗസ് ഇവിടെ ഇതാണ്, ഇവിടെയാണല്ലോ. നോക്കാം. കട്ടാക്കിയ എടാ അരവിന്ദ്, എവിടെയാണോടാ അരവിന്ദ് മോനെ? ആ വന്നു. ഇനി കുറച്ച് നേരത്തേക്ക് ഇനി ഓട്ടോ ഒന്നും അടിക്കില്ലെന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല. ഊബറിൻ്റെ കാര്യമില്ല, ഒന്നും പറയാൻ പറ്റില്ല. നല്ല സർജൊക്കെ ഉണ്ട്. ഇതൊക്കെ ചുമ്മതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളിതുവരെ ഓടിയത് 1529 കേട്ടോ. എന്ത് അതേപോലെ നമ്മുടെ ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മുടെ ടൈം പാസിന് വേണ്ടി നമ്മുടെ ലെഷർ ടൈം ആനന്ദകരമാക്കാൻ കുറേ സിനിമ ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ അതിരുന്ന് കാണും. ഡാക്കു മഹാരാജ്, ഇത് നല്ല സെറ്റ് സുഖം അടവാണ്. തമ്മൻ്റെ നല്ല മ്യൂസിക്കൊക്കെ നല്ല സെറ്റാണ് ഇതിലത്തെ. ഇതേപോലെ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോ അടിക്കും. ഇപ്പം നമ്മൾ കിടക്കുന്നത് കവടിയാറ്. സമയം 5:56 കേട്ടോ. നമുക്കിപ്പം ഒരു ട്രിപ്പ് അടിച്ച് ഞാൻ വെച്ചാൽ ഇന്ന് സീൻ കോൺട്രയാണ്, ഇന്നും വീട്ടിൽ പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് ട്രിപ്പ് ഒരെണ്ണം അടിച്ച്. സ്റ്റൈൽ പ്ലസിൻ്റെ അവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ, പെട്ടെന്ന് അടുത്ത് കുത്തി. എങ്ങോട്ടാണെന്ന് നോക്കിയൊന്നുമില്ല. അത് നോക്കാം എവിടെയാണെന്ന്, പോയിട്ട് ഞാൻ പറയാം എവിടെയാണെന്ന്. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ സ്റ്റൈൽ പ്ലസിൻ്റെയും ഇവിടെ ഒരു വേറൊരു ഫാഷൻ ഫാക്ടറി, അങ്ങനെ അതിൻ്റെ നടുക്കൊരു വീടാണ് കേട്ടോ. എൻ്റെ അമ്മച്ചു ആർക്കും തോന്നില്ല ഇത് വീടാണെന്ന്. BM, ബെൻസ്, BMൻ്റെ അത് ഏത് X6 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഓട്ടം നമ്മൾ കരിക്കുകയാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞില്ല. വരുന്ന വഴിക്ക് അമ്മയ്ക്ക് മെഡിക്കൽ സ്റ്റോറിൽ നടത്താൻ പറഞ്ഞു. അങ്ങനെ നടത്തി. നമ്മളിപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിൽക്കുക. ട്രാഫിക് അത്യാവശ്യമുണ്ട്, പക്ഷേ ഓട്ടോ ഒന്നും വരുന്നില്ലല്ലോ ദൈവമേ. ഇനി കരിക്കകത്ത് പോയിട്ട് അവിടെ നിന്ന് നേരെ ലുല്ലു മാളിൻ്റെ ഭാഗത്തോട്ട് എവിടെയെങ്കിലും കിടക്കാം. ഇനി വൈകിട്ടായതുകൊണ്ട് അവിടെ നിന്ന് വല്ല ഓട്ടോ അടിക്കും. നമുക്ക് ചായ കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ ഇവിടെ കുമാർ ടിഫിൻ സെൻറ്ററിൻ്റെ എവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ചെമ്പരത്തി കെട്ടാൻ അടിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങാനിരുന്നതാണ്. ഒരു 5 മിനിറ്റ് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും എന്താ ട്രിപ്പ് അടിച്ച് ഒരുപാതിൽ കൊട്ടാക്കുളം. അവിടെ നിന്ന് കവടിയാറ് പോവാം. കവടിയാറല്ല, കുറവങ്കോണം പോവാം. എന്തായാലും പോയിട്ട് നമുക്ക് അവിടെ നിന്ന് മലബാർ കഫേ ഉണ്ട്, അവിടെ നിന്ന് എല്ലാം കുടിക്കാം. കസ്റ്റമർ ഇപ്പോൾ വിളിച്ചായിരുന്നു. സാഫല്യം കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിലല്ല, ബാക്ക് സൈഡ് നമ്മുടെ MLCP പാർക്കിങ്ങിൻ്റെ അവിടെ. പാളയംപള്ളി നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. പാളയംപള്ളി നമ്മുടെ മുസ്ലിം പള്ളി, പിന്നെ നമ്മുടെ ഗണപതി കോവിൽ. എല്ലാം 3 മല കാത്തി ജ്വലിച്ചിരിക്കുക. പിന്നെ ഇതേതാണോ ഏതോ ചുമപ്പ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേത് പള്ളിയാണോ ഇതൊക്കെ എനിക്കറിയാം. അയ്യോ, നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അമ്പലത്തിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്തുവാടേ ചുമ്മാ കിടന്ന് ഹോണടിക്കണേ.
പണ്ട് ഈ സാഫല്യത്തിൻ്റെ അകത്തൊരു ഒയാസിസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഷവർമ കഴിക്കുന്നത് കൊച്ചിലെ. അമ്മ ഞായറാഴ്ച ആകുമ്പോൾ കൊണ്ടുവരും, പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഷവർമ മേടിച്ച് കഴിക്കും. ഒയാസിസും ഷവർമയും പിന്നെ എന്തോ വേറെ എന്തോ ഒരെണ്ണം കഴിക്കും ഷവർമയുടെ കൂടെ. ഓറഞ്ച് ജ്യൂസോ ഷാർജ എന്തോ ആണ്, ഓർക്കുന്നില്ല. ഷവർമ പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ഞാൻ കഴിച്ചത് അവിടെ നിന്നാണ്. ഷവർമയ്ക്ക് അന്ന് ഭയങ്കര സംഭവമായിരുന്നു. ഇവിടെയാണ് കസ്റ്റമർ നിൽക്കണമെന്ന് പറഞ്ഞു. എവിടെയാണോ എന്തോ. ഇവിടെ ഒരേ ടൈമിൽ എത്ര കപ്പാസിറ്റി 300 വണ്ടികൾ, അതിൽ 270 ബാലൻസ് ഉണ്ട് പാർക്കിങ്ങിന്. 30 വണ്ടികളെ പാർക്ക് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഗസ്റ്റ് ഇവിടെ ഉണ്ട്, നോക്കാം. നീണ്ട കാത്തിരിപ്പിന് ശേഷം നമുക്ക് പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചാലക്കുഴി അടിച്ച് അതുകൊണ്ട് വിട്ടിട്ട് നമുക്ക് നേരെ വന്ദേ ഭാരതിന് പിടിക്കാം. അപ്പോഴത്തേക്ക് ടൈമും ആവും. വരണമെന്ന് വണ്ടി പോകേണ്ട അടുത്ത് ആൾ നടക്കാണ്ട് അടുത്ത് വണ്ടി പോകും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം നമുക്ക് വന്ദേ ഭാരതിലും ഒന്നും അടിച്ചില്ല, പിന്നെ ഒരു ട്രെയിൻ ന്യൂഡൽഹിയിലും അതിലും അടിച്ചില്ല. ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ്, നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നിന്നും എടുത്ത് ശ്രീകാര്യം ഇവിടെ അവിടെ നിന്ന് ഏതോ ഓഫീസിൽ നിന്നാണ്. അപ്പോൾ അത് വിട്ടിട്ട് നമുക്കിനി ഇങ്ങോട്ട് തിരിച്ച് വരണം. ഞാൻ നൈറ്റ് കിടക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇന്നൊന്നും ഓടിയില്ല വലുതായിട്ട്. നാളെ രാവിലെ വരെ ഓടണം, കാരണം പാസ് തീർന്നു. രാവിലെ 10:21 ആകുമ്പോൾ പാസ് തീരും. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ആ സമയം വേസ്റ്റ്. അതിനേക്കാളും നാളെ രാവിലെയും കൂടെ ഓടിയിട്ട് പാസ് തീരും, CNGയും തീരും. അതാണ് നല്ലത്, നൈറ്റ് കിടക്കാമെന്ന് വിചാരിച്ച്. KSRTC കോംപ്ലക്സിൽ നിന്നാണ് ട്രിപ്പ് വന്നത്. ഇവിടെ ഒരു ഓഫീസുണ്ട്, വഴികാട്ടി ബൈ നാഷണൽ ഹെൽത്ത് മിഷൻ. അവിടെ നിന്നാണ് ട്രിപ്പ് വന്നിരിക്കുന്നത്. നോക്കാം. ഇവിടെ ആളെ ഒന്നും കാണാനില്ലല്ലോ. അപ്പം ഞാൻ ആ ട്രിപ്പ് ഗാന്ധിപുരത്ത് കൊണ്ട് വിട്ടിട്ട് തിരിച്ച് തമ്പാനൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഇനി വരുന്ന വീഡിയോകളിലെല്ലാം ഒരു ഫുഡ് സ്പോട്ടും കൂടെ ഞാൻ ആഡ് ചെയ്യുമോ. അപ്പോൾ അതിൻ്റെ സമയമായി. രാത്രി എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ല. സമയം 12-18 തമ്പാനൂർ നമ്മുടെ കമ്പനിക്കാരന്മാർ അവിടെ 2 പേരുണ്ട്, ആനന്ദും അനൂപും. അപ്പോൾ അവന്മാരുമായിട്ട് ഒരു സ്ഥലം പറഞ്ഞു, ആനന്ദ് ഒരു സ്ഥലം പറഞ്ഞു, കരമനയിൽ രാത്രി ചൂട് പുട്ടും വേറെ എന്തൊക്കെയോ കിട്ടുന്ന, പിന്നെ മീനൊക്കെ കിട്ടുമെന്ന് പറയുന്നു. മീനൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെന്ന് നോക്കാം. അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പുട്ട് കഴിക്കാൻ പോവാം രാത്രി. തമ്പാനൂര് എത്താറായി, പേട്ട കഴിഞ്ഞു. നമുക്കിനി ബാക്കി അവിടെ പോയിട്ട് കാണാം. മതിയെന്ന് പറയണില്ല ഇതിനായിട്ടുണ്ട്.
അങ്ങനെ തിന്നുമ്പോ അതെ അവർക്കും കൂടെ ഒരു വേഗന എടുത്ത് കൊടുക്കും. അവർക്കും കൂടെ ഒരു വേഗന എടുത്ത് കൊടുക്കും. ഒരാൾ കൂടെ ആവും. അപ്പൊ എല്ലാ ചായകളെ വിളിക്കാം. കുടിക്കാൻ പോകുമ്പോ ഒരുമിച്ച് പോവാം. ഇപ്പൊ നല്ല പെണ്ണുങ്ങളുണ്ടോ ആ നമ്മളെ ഗ്രൂപ്പിലുണ്ട് കേട്ടാ. 4-5 പിള്ളേരുണ്ട് ഗ്രൂപ്പിലെ. ഞാൻ ഗ്രൂപ്പിലില്ലല്ലോ. മാടിന്റെ ശാപമല്ലേ യൂബർ മേഖലയുടെ അവൻ്റെ അപ്പൻ അണ്ണാ അണ്ണാ ഒന്ന് ഒഴുന്ന് 12 പരിപ്പാ. എന്നിട്ട് പോയി അമ്മാക്ക് കിടന്ന് ഉറങ്ങി രാവിലെ കിട്ടുമ്പോ വന്നില്ലേ? കൊച്ചിയില്ലടാ, പരവൂര്, നോർത്ത് പരവൂര്. അവിടെ കായൽക്കരയിൽ പുട്ട് പരിപ്പെന്ന് പറഞ്ഞാൽ കറി. അവിടെ സെറ്റ് സാധനം അതും സാധാരണ. അത് ആട്ടുന്ന യൂട്യൂബിലൊക്കെ ഉണ്ട്. അവൻ എല്ലാ ഭാഗവന്മാർക്ക് ആട്ടക്കാർക്ക് ജോലിക്കാർക്ക് മാത്രമായിട്ട് 25 രൂപ, 10 രൂപ, 5 രൂപ ഇങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത്. അവിടെ സിനിമക്കാരന്മാരൊക്കെ ഒരു ഇത്തിരി രസം മാത്രം. അല്ല ദോശ പടം എത്തിയില്ല. ദോശ ആണോ? ആ 3 എടുത്തോ. മുളക് ദോശയാണോ? ഈ പടം നല്ല തോന്നിട്ടുണ്ട്. ഞാനതാണ് നിങ്ങൾ തിന്നാത്ത. എനിക്ക് അങ്ങനത്തെ പ്രശ്നം. ഒരു മീൻ തുടങ്ങി വേണ്ട. മീനെ കാറ്റ് തിന്നുമില്ല. ഒരു ഗ്രേവി എടുക്കാം. നല്ല അടിപൊളി രസം. ഇത്രയും നല്ലൊരു കട ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോടാ. ഞാൻ എത്ര ദിവസം പോട്ടായിട്ട് ഉള്ളൂരിൽ മനസ്സിലാവട്ടെ. ഇവിടെ ബിയറൊക്കെ എടുത്തിട്ട് അത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പാലോടുത്തുനിന്ന് ഹോട്ടലിൽ ഫുഡും കഴിച്ച് ഇതേപോലെ ക്യാബിൽ ഇരുന്ന് അടിക്കാം. പാലോട് ജനിച്ചാൽ അകത്തോട്ടിരിക്കുന്ന ഒരു ഹോട്ടൽ. ഞാൻ കൊണ്ടുപോകണം കട കൊള്ളൂലെന്ന്. കുറച്ച് ഒഴിച്ച് നോക്കി ടേസ്റ്റ് കിട്ടുമ്പോൾ മാത്രം ഒഴിക്കും. സൗണ്ട് വന്നാലെന്താ വീട്ടിൽ കൊണ്ട് വരും. എടുത്തോ നമ്മളെ കൂടെ ആഡ് ചെയ്താൽ ഇതിനെ പറ്റും. നീയൊക്കെ എല്ലാവരും വേണം. എനിക്ക് ഒറ്റയ്ക്ക് തെറിവിളി കിട്ടിയാൽ പോരാ. എടേ എനിക്ക് കറിയൊന്നും വന്നില്ല എടേ. അപ്പോൾ നമ്മളെ കഴിക്കാൻ വന്നത് നമ്മുടെ തളിയൽ റോഡിലുള്ള ഹോട്ടൽ സംതൃപ്തിയാണ് കേട്ടോ. കഴിച്ചിറങ്ങിയിട്ടാണ് ഹോട്ടലിലെ പേര് തന്നെ നോക്കിയത്. വർഷങ്ങളിലെ പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണ്. ഫുഡെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ്. ഇത്രയും വിചാരിച്ചില്ല. ബഡ്ജറ്റ് 3 പേർക്ക് കൂടെ കഴിച്ചിട്ട് 400 രൂപയെ ബഡ്ജറ്റായുള്ളൂ. ബഡ്ജറ്റിൻ്റെ കാര്യമല്ല, ഫുഡെന്ന് പറഞ്ഞാൽ എല്ലാം കറി ഉൾപ്പെടെ ടേസ്റ്റ്. രാത്രിയായ ചൂട് പുട്ട്, ഗോതമ്പ് പൊറോട്ട, ചൂരക്കറി,
നല്ല അടിപൊളി മീൻ കറിയൊക്കെയാണ്. അപ്പം ഈ വഴി വരുന്നവർ, നൈറ്റ് ഫുഡ് അടിക്കാൻ വരുന്നവർ ഈ കടയും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വെട്ടമില്ലല്ലോ. നൈറ്റ് ഫുഡ് അടിക്കാൻ വരുന്നവർക്ക് ഇത് നല്ലൊരു സ്പോട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. ഉള്ളത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാം ഒന്നുമില്ല, എന്നാലും ഉള്ളതെല്ലാം അടിപൊളി ടേസ്റ്റാണ്. അവിടെ എന്തൊക്കെയോ ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോയി തമ്പാനൂർ കിടന്ന് ഉറങ്ങാൻ പോകും. എന്നിട്ട് വെളുപ്പിനായിട്ടുള്ള ട്രെയിനുകളിൽ ഓട്ടോ എടുക്കും. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ. നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ കിടപ്പുണ്ട്.